വയലാർ സർവീസ് സഹകരണ ബാങ്കിന്റെ 2023-24 വാർഷിക പൊതുയോഗം ബാങ്ക് ജംഗ്ഷനിലുള്ള ഓഡിറ്റോറിയത്തിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് സതീശൻ എ.പി. കിഴക്കേ അഴകത്തറപ്പേൽ അധ്യക്ഷത വഹിച്ചു. ഓഹരി മൂലധനം, നിക്ഷേപം, വായ്പകൾ, GDCS എന്നീ മേഖലകളിൽ ഇതിനോടകം കാര്യമായ പുരോഗതി നേടുവാൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. അംഗങ്ങൾക്ക് ആവശ്യമായ കാർഷികവും കാർഷികേതരവുമായ എല്ലാവിധ വായ്പകൾ നൽകുന്നതോടൊപ്പം നാട്ടിലെ സാധാരണക്കാരായ നിക്ഷേപകരുടെ വിശ്വാസം നേടിയെടുക്കുവാൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും സപ്ലിമെന്ററി ബഡ്ജറ്റും 2025-26 വർഷത്തേക്കുള്ള ഡ്രാഫ്റ്റ് ബഡ്ജറ്റും ബൈലോ ഭേദഗതികളും വാർഷിക റിപ്പോർട്ടിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിനായി ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ ദിനപത്രം ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ജനസേവാ കേന്ദ്രവും കുറഞ്ഞ ചിലവിൽ മരുന്നുകൾ ലഭ്യമാകുന്നതിനും മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തുന്നതിനും മെഡിക്കൽ സ്റ്റോറും ലാബും ആരംഭിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് സതീശൻ എ.പി. അധ്യക്ഷത വഹിച്ചു. അതുപോലെ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ റാങ്ക് മേടിച്ചതും ആ കുഞ്ഞിന്റെയും സേവനം നമ്മുടെ ബാങ്കിന്റെ പരിധിയിൽ വന്നത് കുട്ടിയായതുകൊണ്ട് നമുക്ക് വളരെയേറെ അഭിമാനിക്കാം. മറ്റ് SSLCക്കും +2നും എല്ലാം ഉന്നത വിജയം മാർക്ക് വാങ്ങിയ കുട്ടികൾ കരസ്ഥമാക്കിയ എല്ലാവർക്കും ഈ ബാങ്കിന്റെ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഓഹരി ഉടമകളുടെയും അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നീടുള്ളത് നമുക്ക് ബൈലോ ഭേദഗതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ളത് ജനസേവാ കേന്ദ്രമാണ്. ആ ജനസേവാ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായതുകൊണ്ട് അത് നമുക്ക് എൻ്റെ അറിവിൽ നമ്മുടെ പഞ്ചായത്തിൽ പല അക്ഷയ കേന്ദ്രങ്ങളും ജനസേവാ കേന്ദ്രങ്ങളും ഉണ്ടെങ്കിലും ഒരു കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി ആനന്ദകുമാർ CK അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് അഭിലാഷ് ജോസഫ് പനന്താനത്ത്, ട്രഷറർ മധുസൂദനൻ KN, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KP ടോമി, VU ലൂക്കോസ്, UV മാത്യു, PG സുരേഷ്, KU ജോർജ്, ജോഷി എമ്മാനുവൽ, പ്രവീൺ പ്രഭാകരൻ, മോളമ്മ തോമസ്, ഗംഗാദേവി TP, പ്രസീത പുത്തൻപീടികയിൽ, ബാങ്ക് ജീവനക്കാർ, ഓഹരി ഉടമകൾ, പൊതുജനങ്ങൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പൊതുയോഗത്തിൽ പങ്കെടുത്തു. ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയവർക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകൾ പൊതുയോഗത്തിൽ വിതരണം ചെയ്തു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.